السلام عليكم ورحمة الله وبركاته. മുഖ്തസർ 142 ബാബുൽ ഖസ്ർ 11 പേജ് 195. വൽ അസ്ലു ഫിൽ അവ്വലി അന്നസ്സു അലൽ മുസ്ബത്തി വൽ മൻഫിയി കമാ മറ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ നാല് തരീഖുകളും, ഒന്ന് അത്ഫ്, മറ്റൊന്ന് നഫി ഇസ്തിസ്നാ, ഇന്നമ, തഖ്ദീം. ഈ നാല് തരീഖുകളിൽ ആ നാല് തരീഖുകളും ഖസ്റിനെ ഇഫാദത്ത് ചെയ്യുന്നതിൽ മുസ്തറക്കായതിന്റെ ശേഷം പല കാര്യങ്ങളിലും ഇഖ്തിലാഫുണ്ട് എന്നാണ് പറഞ്ഞത്. വാദിഹി തുറുഖു തഖ്തലിഫു മിൻ ഉജൂഹിൻ ഫദലാലത്തു റാബിഇ ബിൽ ഫഹ്വ എന്ന് പറഞ്ഞു. നാലാമത്തത് ഖസ്റിന്റെ മേൽ അറിയിക്കുന്നത് ഫഹ്വ കൊണ്ടാണ്. ആ കലാമിലെ മഫ്ഹൂം അതാണ്, അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് അതാണ്, വലഅ് കൊണ്ടല്ല എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വജ്ഹാണ് പറയുന്നത്, ഇഖ്തിലാഫിന്റെ രണ്ടാമത്തെ വജ്ഹ്. ഒന്നാമത്തെ വജ്ഹ് തഖ്ദീം ഫഹ്വ കൊണ്ടാണ് ഖസ്റിന്റെ മേൽ അറിയിക്കുന്നത് എന്നാണ്. ഇനി വൽ അസ്ലു, അസ്ല് ഐ അൽ വജ്ഹു സാനി മിൻ വുജൂഹിൽ ഇഖ്തിലാഫി. ഇഖ്തിലാഫിന്റെ വജ്ഹുകളിൽ നിന്ന് രണ്ടാമത്തെ വജ്ഹ് അന്നൽ അസ്ല ഫിൽ അവ്വലി, ഒന്നാമത്തതിലുള്ള അസ്ല്. ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഐ ത്വരീഖിൽ അത്ഫി, അത്ഫിന്റെ തരീഖിലുള്ള അസ്ല്. അത്ഫാണ് ഒന്നാമത്തത്. കാരണം വലിൽ ഖസ്രി തുറുഖുൽ, ഖസ്റിന് പല തരീഖുകളും ഉണ്ട്. മിൻഹൽ അത്ഫു എന്ന് പറഞ്ഞു. ഒന്നാമത്തത് അത്ഫാണ്. ഓ മിൻഹൻ നഫിയു വൽ ഇസ്തിസ്നാഉ, രണ്ടാമത്തത് നഫി ഇസ്തിസ്നാ. പിന്നെ മൂന്നാമത്തത് ഇന്നമ. അങ്ങനെയാണല്ലോ. ഓ മിൻഹ ഇന്നമ, ഓ മിൻഹ തഖ്ദീമു. അപ്പോൾ ഒന്നാമത്തത് അത്ഫ്, രണ്ടാമത്തത് നഫി ഇസ്തിസ്നാ, മൂന്നാമത്തത് ഇന്നമ, നാലാമത്തത് തഖ്ദീം. വൽ അസ്ലു, അസ്ല് അയ്യൽ വജ്ഹു സാനി മിൻ വുജൂഹിൽ ഇഖ്തിലാഫി. ഇഖ്തിലാഫിന്റെ വജ്ഹുകളിൽ നിന്ന് രണ്ടാമത്തെ വജ്ഹ് അന്നൽ അസ്ല ഫിൽ അവ്വലി ഐ ത്വരീഖിൽ അത്ഫി, അത്ഫിന്റെ തരീഖിലുള്ള അസ്ല് അന്നസ്, അസ്ല് ആണ്. അതിന്റെ അടിസ്ഥാന തത്വം, അടിസ്ഥാനം അന്നസ്സു അലൽ മുസ്ബത്തി വൽ മൻഫിയി, സുബൂത്താക്കപ്പെട്ടതിന്റെ മേലിലും നഫി ചെയ്യപ്പെട്ടതിന്റെ മേലിലും നസ്സാക്കലാണ്, വ്യക്തമാക്കി പറയലാണ്. സുബൂത്താക്കപ്പെട്ടതിനെയും വ്യക്തമാക്കും, നഫി ചെയ്യപ്പെട്ടതിനെയും വ്യക്തമാക്കും. കമാ മറ, ഉദാഹരണങ്ങളിൽ കഴിഞ്ഞു പോയതുപോലെ. അതിപ്പോൾ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസ്റാക്കുന്നിടത്ത് ഒരു ഉദാഹരണം, സയ്യിദുൻ ഷാഇറുൻ ലാ അംറുൻ. സയ്യിദ് ഷാഇറാണ്, ആരല്ല, അംർ അല്ല. അവിടെ ഹുക്കുമിനെ ആർക്ക് സുബൂത്താക്കി? സയ്യിദിനിക്ക് സുബൂത്താക്കി. സയ്യിദുൻ ഷാഇറുൻ, ആ സയ്യിദിനെ വ്യക്തമാക്കി പറഞ്ഞു. ഹുക്കുമിനെ ആരിൽ നിന്ന് നഫി ചെയ്തു? അംറിൽ നിന്ന് നഫി ചെയ്തു. അപ്പോൾ അംർ മൻഫിയാണ്, സയ്യിദ് മുസ്ബത്താണ്. മുസ്ബത്തും മൻഫിയും അവിടെ വ്യക്തമാക്കി പറഞ്ഞു. സയ്യിദുൻ ഷാഇറുൻ ലാ അംറുൻ, അത് സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നതിന്റെ ഉദാഹരണമാണ്. ഇനി മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത്
അത് ഖസ്ർ ഇഫ്റാദിൽ ഉള്ള ഉദാഹരണം സൈദുൻ ഷാഇറുൻ ലാ കാത്തിബുൻ. സൈദ് ഷാഇറാണ്, കാത്തിബല്ല. ഇത് ഖസ്ർ ഇഫ്റാദിന്റെ, മൗസൂഫിനെ സിഫത്തിന്റെ മേൽ ഖസറാക്കുന്നതിൽ ഖസ്ർ ഇഫ്റാദിന്റെ ഉദാഹരണമാണ്, തനാഫി പാടില്ലാത്തതിന്റെ ഉദാഹരണം. അവിടെ എങ്ങനെയാണ് ഈ നസ്സുള്ളത്? അവിടെ സെയ്ദ് ഷാഇറാണ്, ആരല്ല, കാത്തിബല്ല എന്ന് പറഞ്ഞു. ഇവിടെ സെയ്ദ് ഷാഇറാണ്, കാത്തിബല്ല. അപ്പോ ഷാഇർ എന്നത് സെയ്ദിലേക്ക് സാബിത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഷാഇർ മുസ്ബത്താണ്. കാത്തിബ് എന്നത് സെയ്ദിലേക്ക് നഫി ചെയ്യപ്പെട്ട കാര്യവുമാണ്, ലാ കാത്തിബ്. അപ്പോൾ മുസ്ബത്തിനെയും കാത്തിബിനെയും അവിടെ നസ്സാക്കി പറഞ്ഞു. ഷാഇറാണ്, കാത്തിബല്ല. ഷാഇർ മുസ്ബത്താണ്, കാത്തിബ് മൻഫിയുമാണ്. ഷാഇറിനെ സെയ്ദിലേക്ക് സാബിത്താക്കപ്പെട്ടു, കാത്തിബ് ആവൽ എന്നതിനെ സെയ്ദിൽ നിന്ന് നഫി ചെയ്യപ്പെട്ടു. ഇനി ഖസ്ർ കൽബിന്റെ ഉദാഹരണം എടുത്താലും അങ്ങനെ തന്നെ. സെയ്ദുൻ കായിമുൻ ലാ കായിദുൻ. കായിമ് സുബൂത്താക്കപ്പെട്ടതാണ്, അതായത് ഖിയാമ് സെയ്ദിലേക്ക് സാബിത്താക്കപ്പെട്ടു, ഖുഊദിനെ നഫി ചെയ്യപ്പെട്ടു. അപ്പൊ കായിമ് മുസ്ബത്തും കായിദ് മൻഫിയുമാണ്. ഇത് ലാന്റെ അസ്ല് അതാണ്. ഫലാ യുത്റക്കുൻ നസ്സു, അത് അസ്ലിന് എതിരാണ് ഇനി പറയാൻ പോകുന്നത്. ഫലാ യുത്റക്കുൻ നസ്സു അലൈഹിമ, ഈ മുസ്ബത്ത് മൻഫിയിന്റെ മേൽ ഉള്ള നസ്സിനെ ഒഴിവാക്കപ്പെടുകയില്ല. ഇല്ലാലി കറാഹത്തിൽ ഇത്തുനാബി, ഇത്തുനാബിനെ നീട്ടിപ്പറയലിനെ വെറുത്തതിന് വേണ്ടിയല്ലാതെ. ഇത്തുനാബ് എന്ന് പറഞ്ഞാൽ ഫായിദക്ക് വേണ്ടി കൂടുതലാക്കുന്നതിനാണല്ലോ ഇത്തുനാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഫായിദ, ഇവിടെ ഇത്തുനാബ് തത്വീലിന്റെ മാനാക്കാണ്, നീട്ടിപ്പറയൽ കറാഹത്തായതിനു വേണ്ടി. എന്താ, മക്കാമ് കുർസായി, അപ്പോൾ അവിടെ ഇത്നാബ് പറ്റൂല. അല്ലെങ്കിൽ എന്തുണ്ട്, ഇബ്ഹാമിനെ കരുതിയതിന് വേണ്ടി, അല്ലെങ്കിൽ ഇൻകാറ് എളുപ്പമാവാൻ വേണ്ടി ഈ ആവശ്യത്തിനൊക്കെ എന്താവും, ഇത്നാബിനെ വെറുക്കും. ആ ഇത്നാബ് വെറുത്തതിന് വേണ്ടിയല്ലാതെ നസ്സിനെ എന്ത് ചെയ്യൂല, തെർക്ക് ചെയ്യപ്പെടുകയില്ല. ഇത് രണ്ടിന്റെ മേലുള്ള നസ്സ്. അപ്പൊ ഒന്നേ നസ്സാക്കി പറയുകയുള്ളൂ, മറ്റത് വ്യക്തമാക്കുകയില്ല, ഇജ്മാലിയായിട്ട് പറയും. ഏതുപോലെ, കമായിദ കീല, പറയപ്പെട്ടാലുള്ളതുപോലെ, സെയ്ദുൻ യഅലമുൻ നഹ്വ വത്തസ്രീഫ വൽ അറൂള. സെയ്ദ് നഹ്വിനെ അറിയും, സർഫും അറിയും, അറൂലയും അറിയും എന്നാണ് ഒരാളുടെ ഇഅ്തിഖാദ്. അല്ലെങ്കിൽ എന്ത് പറയപ്പെട്ടു, ഔ സെയ്ദുൻ യഅലമുൻ നഹ്വ വ അംറുൻ വ ബക്റുൻ. സെയ്ദ് നഹ്വ് അറിയും, അമ്രും അറിയും, ബക്റും അറിയും എന്ന് ഒരാളുടെ ഇഅ്തിഖാദ്. ഫതഖൂലു, അപ്പോൾ നീ പറയണം, ഫീഹിമ, ഈ രണ്ട് മക്കാമിലും, ഐ ഫീ ഹാദൈനിൽ മക്കാമൈനി, ഈ രണ്ട് മക്കാമിലും നീ പറയും. രണ്ട് മക്കാമെന്ന് പറഞ്ഞാൽ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും. അതാണ് രണ്ട് മക്കാമ്. ഇത് രണ്ട് മക്കാമാണത്. സെയ്ദുൻ യഅലമുൻ നഹ്വ വത്തസ്രീഫ വൽ അറൂല എന്ന് ഇഅ്തിഖാദ് ചെയ്തവനോട് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കിയിട്ടാണ് അവിടെ ഉപയോഗിക്കുക.
സയ്യിദുൻ യഅലമുൻ നഹ്വ വ അംറു വ ബക്റുൻ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമാണ് അവിടെ. ആദ്യം പറഞ്ഞത് സിഫത്തിനെ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമും, രണ്ടാമത് പറഞ്ഞത് സിഫത്തിനെ ആദ്യം പറഞ്ഞത് എന്താണ്? സയ്യിദുൻ യഅലമുൻ നഹ്വ വ തസ്രീഫ വൽ അറൂല. അവിടെ മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമാണ്. സയ്യിദുൻ യഅലമുൻ നഹ്വ വ അംറു വ ബക്റുൻ എന്ന് പറഞ്ഞതോ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമുമാണ്. അപ്പോൾ ഈ രണ്ട് മക്കാമിലും നീ പറയും സയ്യിദുൻ യഅലമുൻ നഹ്വ ലാ ഗൈറു എന്ന് പറയും. സയ്യിദ് നഹ്വിനെ അറിയും, ലാ ഗൈറു. ആദ്യമായി മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നത് നമുക്ക് പറയാം. ലാ ഗൈറു നഹ്വല്ലാത്തത് അല്ല എന്നാണ് അർത്ഥം. ലാ ഗൈറു നഹ്വല്ലാത്തത് അല്ല. അവിടെ നസ്സാക്കി പറയുമ്പോൾ എങ്ങനെ പറയേണ്ടത്? സയ്യിദുൻ യഅലമുൻ നഹ്വ ലത്വസിരീഫ വലൽ അറൂല. അപ്പോൾ ലത്വസിരീഫ വലൽ അറൂല എന്ന ആ നസ്സിനെ ഒഴിവാക്കിയിട്ട് ലാ ഗൈറു നഹ്വല്ലാത്തതിനെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതി. അവിടെ നഹ്വല്ലാത്തതിനെ അല്ല. ഇതാണ് ഒന്നാമത്തോടത്ത് നമ്മൾ പറയേണ്ടത്. ഇനി ഈ ഉദാഹരണം തന്നെ സയ്യിദുൻ യഅലമുൻ നഹ്വ വ അംറുൻ വ ബക്റുൻ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും പറയാം. സയ്യിദുൻ യഅലമുൻ നഹ്വ സയ്യിദ് നഹ്വിനെ അറിയും, ലാ ഗൈറു സയ്യിദ് അല്ലാത്തവൻ അല്ല, സയ്യിദ് മാത്രം. അവിടെ നസ്സാക്കി പറയുന്നത് എങ്ങനെയാണ്? സയ്യിദുൻ യഅലമുൻ നഹ്വ ലാ അംറുൻ വലാ ബക്റുൻ എന്ന നസ്സിനെ ഒഴിവാക്കിയിട്ട് ലാ ഗൈറു എന്ന് പറയുക. അപ്പോൾ അവിടെ മൻഫിയിനെ നസ്സാക്കി പറഞ്ഞിട്ടില്ല. അസ്ല് നസ്സാക്കി പറയലാണെങ്കിലും ഇവിടെ അസ്ലിൽ നിന്ന് തെറ്റിയിട്ട് നസ്സിനെ ഒഴിവാക്കി. അമ്മാഫിൽ അംവലി. അപ്പോൾ ഒന്നാമത്തതില് ഏത് സയ്യിദുൻ യഅലമുൻ നഹ്വ വ തസ്രീഫ വൽ അറൂല മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമിൽ ഫമഅനാഹു അതിന്റെ മഅന ലാ ഗൈറ നഹ്വി എന്നാണ്. നഹ്വ് അല്ലാത്തതിനെ അല്ല. അവിടെ ലാ ഗൈറ നഹ്വി എന്നാണ് ലാ ഗൈറുവിന്റെ അർത്ഥം. മുദാഫിലൈനെ കളഞ്ഞിട്ട് മഅനാനെ നിയ്യത്ത് ചെയ്തപ്പോൾ ലാ ഗൈറു എന്ന് പറഞ്ഞതാണ്. ഐ ലത്തസ്രീഫ വലൽ അറൂല. നഹ്വല്ലാത്തത് ഏതാണ്? തസ്രീഫും അറൂലയുമാണല്ലോ. അവിടെ ലത്തസ്രീഫ വലൽ അറൂല എന്ന ആ നസ്സിനെ ഒഴിവാക്കി എന്ന് മാത്രം. അമ്മാഫിസാനി രണ്ടാമത്തതില് സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിൽ ഇത് സയ്യിദുൻ യഅലമുൻ നഹ്വ ലാ ഗൈറു എന്ന് പറഞ്ഞാൽ ഫമഅനാഹു അതിന്റെ മഅന ലാ ഗൈറ സയ്യിദിൻ സയ്യിദ് അല്ലാത്തവൻ അല്ലാന്ന. ഐ ലാ അംറുൻ വലാ ബക്റുൻ. അപ്പോൾ അവിടെ നസ്സാക്കി പറയുമ്പോൾ എങ്ങനെ പറയും? സയ്യിദുൻ യഅലമുൻ നഹ്വ ലാ അംറുൻ വലാ ബക്റുൻ. അപ്പോൾ ലാ അംറുൻ വലാ ബക്റുൻ എന്ന മൻഫിയിനെ അവിടെ നസ്സാക്കിയിട്ടില്ല. പിന്നെ ഇജ്മാലിയായ രൂപത്തിൽ പറഞ്ഞു. പിന്നെ സയ്യിദുൻ യഅലമുൻ നഹ്വ ലാ ഗൈറു എന്ന് പറഞ്ഞാൽ രണ്ട് മക്കാമിലും അത് ഉപയോഗിക്കാം. ലാ ഗൈറു എന്ന് പറയുമ്പോൾ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ വഹുദിഫൽ മുദാഫു ഇലൈഹി മിൻ ഗൈറു. ഗൈറു എന്നതിൽ നിന്ന് മുദാഫു ഇലൈഹിനെ കളയപ്പെട്ടു. എന്നിട്ട് ബുനിയാലുൽ ലൊമ്മി ലൊമ്മിന്റെ മേൽ മബിനിയാക്കപ്പെട്ടു. തശ്ബീഹം ബിൽ ഗായാത്തി ഗായത്തിന്റെ ഇസ്മുകളോട് തശ്ബീഹാക്കിയിട്ട് ഖബലു ബഅദു പോലത്തതിനോട്. വദക്കറ ബഅദുൻ നുഹാത്തി ബഅദുൻ നുഹാത്ത് പറഞ്ഞു. എന്താ ബഅദുൻ നുഹാത്ത് പറഞ്ഞത്? അന്ന ലാ ഫി ലാ ഗൈറു ലാ ഗൈറു എന്നതിലുള്ള ലാ എന്ന കലിമത്ത് ലൈസത്ത്
അല്ല ആതിഫത്തൻ അത്ഫ് ചെയ്യുന്ന ലാ അല്ല, ബൽ എങ്കിലും ആ ലാ ലിനഫിയിൽ ജിൻസി ജിൻസിനെ നഫി ചെയ്യുന്നതിനാണ് എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ കസ്ർ മഅനയിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാ, ജിൻസിന്റെ ലാ ആണ് എന്ന നിലക്ക് ഇത് അമല ഇന്നജ് അല്ലിലാ ഫീ നകിറ മുഫ്റദതൻ ജാഅത്ക ഔ മുകററ ഫൻസിബ് ബിഹാ മുളാഫൻ ഔ മുളാരിഅ وبعد ذاك الخبر ذكر رافعا وركب المفرد فاتيحا كلا حول ولا قوة والثاني جعلا. ജിൻസിനെ നഫി ചെയ്യുന്ന ലാ, അതിന് ചില ഷർത്തുകളുണ്ട്. ആ ലാ കൊണ്ട് മുളാഫിനും ശിബ്ഹു മുളാഫിനും നസ്ബ് ചെയ്യണം. മുഫ്രദായാൽ ഫത്ഹിന്റെ മേൽ മബ്നിയാണ്. ഖബറിനെ അതിന്റെ ശേഷം മർഫു ആയിട്ട് പറയണം എന്നുമാണ്. ഖബറ ഉദ്കുർ റാഫിയ. അപ്പോൾ ആ നിലക്ക് വെക്കുമ്പോൾ ഇത് ആതിഫത്തല്ല എന്ന് പറയുന്നവരുടെ അടുക്കൽ ഇവിടെ കസറുണ്ടോ? കസറുണ്ട്. അത് ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. സെയ്ദുൻ യഅലമുൻ നഹ്വ, സെയ്ദ് നഹ്വിനെ അറിയും. ലാ ഗൈറു, അവിടെ മുദാഫിലൈനെ നിയ്യത്ത് ചെയ്യണമല്ലോ. അപ്പോ മൗസൂഫിലെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമിൽ എങ്ങനെ പറയണം? സെയ്ദുൻ യഅലമുൻ നഹ്വ, സെയ്ദ് നഹ്വിനെ അറിയും. ലാ ഗൈറു, നഹ്വ് അല്ലാത്തതേ അല്ല, നഹ്വ് അല്ലാത്തതേ അല്ല. മഅലൂമുൻ ലഹു, ആ സെയ്ദിനിക്ക് മഅലൂമല്ല. അപ്പോൾ എന്തായി? ലാ ഗൈറു ലാന്റെ ഇസ്മായി, അത് മഹല്ല് നസ്ബാണ്. മുളാഫ് ഇലൈഹി മുളാഫാണല്ലത്. അവിടെ മഅനയിൽ ഇളാഫത്തുണ്ട്. ഫൻസിബ് ബിഹാ മുളാഫൻ, മുളാഫിനെ കളഞ്ഞതുകൊണ്ട് അവിടെ ലമ്മിന്റെ മേൽ മബ്നിയാണെങ്കിലും മഹല്ല് നസ്ബാണ്. അപ്പോൾ ലാ ഗൈറു എന്ന് പറഞ്ഞാൽ ലാ ഗൈറഹു, ആ നഹ്വ് അല്ലാത്തതേ അല്ല. മഅലൂമുൻ ലഹു, സെയ്ദിനിക്ക് മഅലൂമല്ല, നഹ്വ് മാത്രമാണ് എന്നായി. മാവയിന്റെ മായന അവിടെ കിട്ടും. അത് മൗസൂഫിലെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമിൽ. ഇനി സിഫത്തിലെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിൽ ഈ ഉദാഹരണം തന്നെ പറ്റും. സെയ്ദുൻ സെയ്ദാവുന്നത് യഅലമുൻ നഹ്വ, നഹ്വിനെ അറിയും. ലാ ഗൈറു, സെയ്ദ് അല്ലാത്തവനെ അല്ല. ആലിമുൻ, നഹ്വിനെ അറിയുന്നവനല്ല. അപ്പൊ ആലിമുൻ ഖബർ ആദ്യം പറഞ്ഞുകൊടുത്ത് മഅലൂമുൻ ലഹു ഖബർ. ഇത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നോടത്ത് ലാ ഗൈറു മഅലൂമുൻ ലഹു, നഹ്വ് അല്ലാത്തതേ അല്ല. മഅലൂമുൻ ലഹു, സെയ്ദിനിക്ക് മഅലൂമല്ല. സെയ്ദിൻ യഅലമുൻ നഹ്വ ലാ ഗൈറു, സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നോടത്തോ സെയ്ദ് നഹ്വിനെ അറിയും. ലാ ഗൈറു, സെയ്ദ് അല്ലാത്തവനെ അല്ല. ആലിമുൻ, ആലിമല്ല എന്ന് വരും. പിന്നെ ഔ നഹ്വഹു, അല്ലെങ്കിൽ ലാ ഗൈറു പോലത്തതിനെ നീ പറഞ്ഞോ. ഏത്? ആ നസ്സിനെ ഒഴിവാക്കുന്ന മക്കാമില്. ഐ നഹ്വ ലാ ഗൈറു, ലാ ഗൈറു പോലത്തതിനെ നീ പറയണം. ഈ രണ്ട് മക്കാമിലും, സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും സിഫത്തിനെ മൗസൂഫിന്റെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമിലും രണ്ട് സ്ഥലത്തും ഔ നഹ്വഹു ലാ ഗൈറു പോലത്തതിനെ പറയുക. ഐ നഹ്വു ലാ ഗൈറു, ഐ നഹ്വ ലാ ഗൈറു, ലാ ഗൈറു ഐ നഹ്വ ലാ ഗൈറു. ഔ നഹ്വഹു എന്ന് വായിക്കണം. ഔ നഹ്വഹു ഐ നഹ്വ ലാ ഗൈറു, ലാ ഗൈറു പോലത്തതിനെ പറയണം. അത് ഫതഖൂലു ഫീമാ സയ്യിദുൻ യഅലമുൻ നഹ്വ ലാ ഗൈറു, അല്ലെങ്കിൽ ലാ ഗൈറു
പോലത്തതിനെ പറയണം കേട്ടോ. ഐ നെഹ്വ ലാ ഖൈറു മിസ്ലു ലാമാ സിവാഹു പോലെ, വലാ മൻ അദാഹു ലാമൻ അദാഹു പോലെ. പക്ഷേ ലാമാ സിവാഹു ഉപയോഗിക്കുന്നത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്താണ്. ഏതുപോലെ സെയ്ദുൻ യഅലമുൻ നഹ്വ ലാമാ സിവാഹു, ആ നെഹ്വല്ലാത്തതല്ല. നെഹ്വ് വൈറാക്കിലായതുകൊണ്ട് മാ സിവാഹു. ലാമൻ അദാഹു സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നിടത്ത് സെയ്ദുൻ യഅലമുൻ നഹ്വ ലാമൻ ഗൈറഹു, സെയ്ദ് അല്ലാത്തവൻ അല്ല. ലാമൻ ഒരുത്തനെ അല്ല, ലാമൻ ഒരുത്തനല്ല, അദാഹു ആ സെയ്ദ് അല്ലാത്ത ഒരുത്തനല്ല. അതാണ്. അപ്പോ ലാമാ സിവാഹു ഒന്നാമത്തെ മക്കാമിലാണ് ഉപയോഗിക്കുക. ഏത് സെയ്ദുൻ യഅലമുൻ നഹ്വ, അതായത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്ന മക്കാമില് ലാമാ സിവാഹു, സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമില് ലാമൻ അദാഹു. അതേസമയത്ത് ലാമൻ സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന മക്കാമിൽ ലാമൻ അദാഹു. ലാ ഖൈറു എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം, നമ്മൾ പറഞ്ഞല്ലോ. ഇനി പോട്ടെ. വമാ അശ്ബഹ ദാലിക. ഇനി വൽ അസ്ലു ഫി സലാസത്തിൽ ബാഖിയത്തി, ബാക്കിയുള്ള മൂന്നെണ്ണത്തിലുമുള്ള അസ്ല്. ബാക്കിയുള്ള മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ നഫി, ഇസ്തിസ്നാ, ഇന്നമ, തഖ്ദീം. അന്നസ്സു അലൽ മുസ്ബത്തി ഫഖത്ത് ദൂനൽ മൻഫി, സുബൂത്താക്കപ്പെട്ടതിന്റെ മേൽ നസ്സ് വ്യക്തമാക്കലാണ്. ദൂനൽ മൻഫി ഫഖത്ത്, ആ സുബൂത്താക്കപ്പെട്ടതിന്റെ മേൽ മാത്രം. ഐ ദൂനൽ മൻഫി, മൻഫീനെ കൂടാതെ. ആ പറഞ്ഞ കൊടുത്തൊരു കസറുണ്ട്. കസർ ഈ 4 തരീക്കിലും പെട്ടതല്ലാന്ന് മാത്രം. ഫക്കത്ത് കൊണ്ട് കിട്ടിയതായ കസറാണത്. അത് തന്നെ കസർ ഇഫ്റാദും. അപ്പൊ ആരോടത് പറയുന്നത്? ആ മൂന്നെണ്ണത്തിലും മുസ്ബത്തിന്റെ മേലും നെസ്സുണ്ട്, മൻഫീന്റെ മേലും നെസ്സുണ്ട് എന്ന് പറഞ്ഞവനോട് മുസ്ബത്തിന്റെ മേൽ മാത്രമാണ് നെസ്, മൻഫീനെ കൂടാതെ. കസർ ഇഫ്റാദ്. ഇവിടെ ഈ കസർ, ഈ കലിമത്തിൽ കസർ വന്നത് ഫഖത്ത് എന്ന ലഫ്ള് കൊണ്ട് കിട്ടിയതാണ്. വഹുവ ളാഹിറുൻ, അത് ലാഹിറാണ്. ഏത് ഉദാഹരണം എടുത്താലും അത് മനസ്സിലാകും. പിന്നെ മാ ഖായിമുൻ ഇല്ലാ സെയ്ദുൻ, കണ്ടോ? നിൽക്കുന്നവൻ സെയ്ദ് മാത്രമാണ്. അത് സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്ന ഒരു ഉദാഹരണം. അവിടെ നിൽക്കുന്നവൻ സെയ്ദ് മാത്രമാണ്. അവിടെ എന്താക്കി? അമ്രല്ല, സെയ്ദ് ആണ് മുസ്ബത്ത്. മുസ്ബത്തിനെ നെസ്സാക്കി പറഞ്ഞു, അമ്രിനെ മൻഫീനെ നെസ്സാക്കി പറഞ്ഞിട്ടില്ല. ഇനി മാ സെയ്ദുൻ ഇല്ലാ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവൻ മാത്രമാണ്. അവിടെ ഖിയാമിനെ നെസ്സാക്കി പറഞ്ഞു. സെയ്ദിൽ നിന്ന് നഫി ചെയ്യപ്പെട്ടത് എന്തിനെയാണ്? ഖുഊദിനെയാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊരു ഉദാഹരണം. മറ്റുള്ളതിലും അങ്ങനെ തന്നെ. പിന്നെ വഹുവ ളാഹിറുൻ, വന്നഫിയു, നഫിയാകുന്നത്, അതായത് അൽ വജ്ഹു സാലിസു മിൻ വുജൂഹിൽ ഇഖ്തിലാഫി, മിൻ വുജൂഹിൽ ഇഖ്തിലാഫി, ഇഖ്തിലാഫിന്റെ വജ്ഹുകളിൽ നിന്ന് മൂന്നാമത്തത് അന്നൻ നഫിയ മിനൽ ആതിഫത്തി, ആതിഫത്തായ ലാ കൊണ്ടുള്ള നഫി, ലാ യുജാമിഉ സാനിയ, രണ്ടാമത്തതിനെ ഒരുമിച്ച് കൂട്ടൂല. ഇനി അന്നഫിയ വൽ ഇസ്തിസ്നാ, അതാണ് രണ്ടാമത്തത്. നഫി ഇസ്തിസ്നാഇനെ അത് ഒരുമിച്ച് കൂട്ടൂല. അത് രണ്ടും ഒന്നിച്ചു വരൂല. നഫി ഇസ്തിസ്നാഇന്റെ പിന്നിൽ ലാ കൊണ്ട് അത്ഫ് ചെയ്യൂല. ഫലാ യസ്ഹു, അപ്പോൾ സഹിയാകൂല. മാ സെയ്ദുൻ ഇല്ലാ ഖായിമുൻ, സെയ്ദ് ഖായിമ് അല്ലാതെയല്ല, ഖായിമ് മാത്രമാണ്. ലാ ഖായിദുൻ, ഖായിദല്ല എന്ന് പറയൂല.
മാ സൈദുൻ ഇല്ലാ ഖായിമുൻ ലാ ഖായിദുൻ എന്ന് പറയൂല. വഖദ് യഖഉ മിസ്ലു ദാലിക, ചിലപ്പോൾ ഇതുപോലത്തത് സംഭവിക്കാറുണ്ട്. ഏത് നഫി എന്തിനെ ഒരുമിച്ച് കൂട്ടും? മാവയില്ലനെ നഫി ഇസ്തിസ്നായിനെ ഒരുമിച്ച് കൂട്ടിയതായിട്ട് സംഭവിക്കാറുണ്ട്. അതായത് മാ സൈദുൻ ഇല്ലാ ഖായിമുൻ ലാ ഖായിദുൻ പോലത്തത് സംഭവിക്കാറുണ്ട് ഫീ കലാമിൽ മുസന്നിഫീന, മുസന്നിഫീങ്ങളുടെ കലാമിൽ സംഭവിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനിലോ ബുലഗാഇന്റെ കലാമിലോ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാം. ഏത് മാവയില്ലന്റെ ശേഷം നഫി ഇസ്തിസ്നാഇന്റെ ശേഷം ലാ കൊണ്ടുള്ള അത്ഫ് കണ്ടേക്കാം, അതിനെ എതിർക്കേണ്ടതില്ല. വഖദ് യഖഉ മിസ്ലു ദാലിക ഫീ കലാമിൽ മുസന്നിഫീന എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടത്തേക്ക് ഈ നിയമം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഒരുമിച്ച് കൂട്ടാത്തത്? ലിഅന്ന ശർത്തൽ മൻഫിയി ബിലൽ ആതിഫത്തി, ആതിഫത്തായ ലാ കൊണ്ട് നഫി ചെയ്യപ്പെട്ടതിന്റെ ഷർത്ത്, ആതിഫത്തായ ലാ കൊണ്ട് നഫി ചെയ്യപ്പെട്ടതിന്റെ ഷർത്ത് അല്ലാ യകൂന ദാലിക്കൽ മൻഫിയു, ആ നഫി ചെയ്യപ്പെട്ടത് ആവാതിരിക്കലാണ് മൻഫിയൻ ഖബലഹ. ഈ ലാന്റെ മുമ്പ് നഫി ചെയ്യപ്പെട്ടതാകരുത് ബിഗൈരിഹ, ലാ അല്ലാത്തതുകൊണ്ട്. മനസ്സിലായില്ലേ? നഫി ഇസ്തിസ്നാഇന്റെ ശേഷം ലാ കൊണ്ടുള്ള അത്ഫ് പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ആതിഫത്തായ ലാ കൊണ്ട് നഫി ചെയ്യപ്പെട്ടതിനുള്ള ഷർത്ത് എന്താണ്? ഈ ലാന്റെ മുമ്പ് ആ മൻഫിയിനെ ലാ അല്ലാത്തതുകൊണ്ട് നഫി ചെയ്യപ്പെടാൻ പാടില്ല. ആ ലാ അല്ലാത്തത് എന്തിനാൽ? മിൻ അദവാത്തിൻ നഫി, നഫിന്റെ അദാത്തുകളാൽ അത് ലായും പെടും. കാരണം ലി അന്നഹ ലാ എന്ന കലിമത്ത് നാഫിയത്തായ ലാ, അതെ ആതിഫത്തായ ലാ, അന്നഹ ഈ ആതിഫത്തായ ലാ മൗളൂഅത്തുൻ അതിനെ വെക്കപ്പെട്ടതാണ്. ലിഅൻ തൻഫിയ ബിഹ, ആ ലാ കൊണ്ട് നീ നഫി ചെയ്യാൻ വേണ്ടി, മാ ഒന്നിനെ നഫി ചെയ്യാൻ വേണ്ടി. ഔജബത്തഹു ഔജബുത്ത നീ ഈജാബാക്കിയിട്ടുണ്ട്, സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഹു ആ ഒന്നിനെ ലിൽ മത്ബൂഇ മത്ബൂഇനിക്ക്. അപ്പോൾ മത്ബൂഇനിക്ക് നീ സാബിത്താക്കിയതായ ഒന്നിനെ ലാ കൊണ്ട് നഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാനവത് ചെയ്യപ്പെട്ടത്. എന്നല്ലാതെ എന്തിനല്ല? ലാലി അൻ തുഈദ ബിഹ, ആ ലാ കൊണ്ട് നീ മടക്കിപ്പറയാനല്ല. അൻ നഫിയ ഫീ ഷൈഇൻ, ഒരു ഷൈഇലുള്ള നഫീനെ നീ മടക്കി ആവർത്തിക്കാനല്ല. ഖദ് നഫൈതുഹു, ആ ഷൈഇനെ നീ നഫി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നഫി ചെയ്തതിനെ ഒന്നും കൂടി നഫി ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ. വഹാദ ഷർത്ത്, ഈ ഷർത്ത് മഫ്കൂദുൻ ഫിൻ നഫി വൽ ഇസ്തിസ്നായി, നഫി ഇസ്തിസ്നായിൽ ഇല്ലാത്തതാണ്. അതിന്റെ മുമ്പ് ഒരു കാര്യം, എന്താണ് കാര്യം? ലാ എന്നതിനെ വളഇ ചെയ്യപ്പെട്ടത് മത്ബൂഇനിക്ക് വാജിബാക്കിയ ഒന്നിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതിപ്പോ സിഫത്തിനെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നിടത്ത് വേഗം മനസ്സിലാകും. ഏതുപോലെ? ജാ സയ്യിദുൻ, സയ്യിദ് വന്നു. ലാ അമ്രുൻ, അമ്രല്ല. ഇവിടെ സയ്യിദാണ് മത്ബൂഅ്, അമ്ര താബി ആണ്. സയ്യിദിന്റെ മേൽ അത്ഫാണ് അമ്ര. ഇവിടെ സയ്യിദാവുന്ന മത്ബൂഇനിക്ക് സുബൂത്താക്കപ്പെട്ട കാര്യം എന്താണ്? വരവാണ്. ആ സയ്യിദിനിക്ക് സുബൂത്താക്കപ്പെട്ട ഈജാബാക്കപ്പെട്ട കാര്യമായ മജീഇനെ അമ്രിനിക്കെന്തായി? നീ നഫി ചെയ്തു. അതാണ് മത്ബൂഇനിക്ക് വാജിബാക്കുന്ന ഒന്നിനെ, ഈജാബാക്കുന്ന ഒന്നിനെ നഫി ചെയ്യാൻ.
അപ്പോൾ സെയ്ദിനിക്ക് സുബൂത്താക്കപ്പെട്ട കാര്യമാണുള്ള വരവ്. ആ വരവിനെ അമ്രിൽ നിന്ന് നഫി ചെയ്തു കേട്ടോ. അതേ സമയത്ത് അത് സിഫത്തിന്റെ മൗസൂഫിന്റെ മേൽ കസറാക്കുന്നിടത്ത്, ഇനി മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കുന്നിടത്ത് എങ്ങനെ പറയാ? അവിടെ ഒരു ഉദാഹരണം നമ്മൾ പറയണം. സെയ്ദുൻ കായിമുൻ ലാ കായിദുൻ. ഇവിടെ മത്തുബൂ കായിമാണ്, താബി കായിദാണ്. ഇവിടെ കായിബിനിക്ക് സുബൂത്താക്കപ്പെട്ട കാര്യത്തിനെ കായിദിൽ നിന്ന് നഫി ചെയ്യണം. അതുകൊണ്ട് കായിമിനിക്ക് സുബൂത്താക്കപ്പെട്ടത് എന്താണ്? ഖിയാമ്. കായിമെന്ന് നിൽക്കുന്ന ആള് അത് സെയ്ദാണ്. ഇവിടെ മത്തുബൂ സെയ്ദുൻ കായിമുൻ ലാ കായിദുൻ. ഇത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കിയതിന്റെ ഉദാഹരണമാണ്. ഇവിടെ മത്തുബൂവായ കായിമിനിക്ക് ഈജാബാക്കപ്പെട്ട കാര്യത്തിനെ ലാ കൊണ്ട് നഫി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കായിമിന് സുബൂത്താക്കിയതായ കായിമ് നിൽക്കുന്ന ആൾക്ക് ഇവിടെ സുബൂത്താക്കപ്പെട്ട കാര്യം എന്താ? ഖിയാമ്. ആ ഖിയാമ് ആർക്കില്ല? കായിദിനില്ലല്ലോ. കായിദിനുള്ളത് ഖുഊദല്ലേ. അപ്പൊ സെയ്ദ് കായിമാണ്, കായിദല്ല. അപ്പൊ കായിമ് എന്ന് പറയുന്ന ആ മത്ബൂഇനിക്ക് സാബിത്തായത് എന്താണ്? ഖിയാമാണ്. ആ ഖിയാമിനെ ലാ കൊണ്ട് നഫി ചെയ്തു. അതെ, മത്ബൂഇനിക്ക് ഇജാബാക്കിയ കാര്യത്തിന് നഫി ചെയ്തു. അപ്പോൾ മനസ്സിലായല്ലോ. എന്നല്ലാതെ ലാലി അൻ തുഈദ ബിഹ, ആ ലാ കൊണ്ട് നീ മടക്കി പറയാനല്ല. അൻ നഫിയ, നഫിയിനെ ഫീ ഷൈഇൻ, ഒരു ഷൈഇലുള്ള നഫീനെ. ഖദ് നഫൈതുഹു, ആ ഷൈഇനെ നീ നഫി ചെയ്തിട്ടുണ്ട് മുമ്പ്. അങ്ങനത്തെ ഒന്നിനെ മടക്കാനല്ല ലാന വലഇ ചെയ്തത്, മത്ബൂഇനിക്ക് സാബിത്താക്കിയതായ കാര്യത്തിന് നഫി ചെയ്യാനാണ്. ഈ ഷർത്ത് വഹാദ ഷർത്ത് മഫ്കൂദുൻ ഫിൻ നഫി വൽ ഇസ്തിസ്നായി. ആ ഷർത്ത് നഫി ഇസ്തിസ്നായിൽ എന്താണ്? മഫ്കൂദാണ്, ഇല്ലാത്തതാണ്. കാരണം ലിഅന്നക, തീർച്ചയായിട്ടും നീ, ഇദാ ഖുൽത, നീ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? മാ സെയ്ദുൻ ഇല്ലാ കായിമുൻ, സെയ്ദ് കായിമ് അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ, ഫഖദ് നഫൈത്ത, നീ നഫി ചെയ്തു, അന്നു സെയ്ദിനെ തൊട്ട്, കുല്ല സിഫത്തിൻ, എല്ലാ സിഫത്തിനെയും നഫി ചെയ്തു. എങ്ങനത്തെ സിഫത്ത്? വഖഅ ഫീഹ തനാസുഉ, ആ കുല്ല് സിഫത്തിലാണ് ഇവിടെ തനാസുഉ സംഭവിച്ചിട്ടുള്ളത്. അതായത് സെയ്ദ് കായിമുമാണ്, പിന്നെ അല്ല, സെയ്ദ് കായിമാണ്, സെയ്ദ് കായിദാണ് എന്ന് മനസ്സിലാക്കിയവനോടാണല്ലോ സെയ്ദ് കായിമാണെന്ന് പറയുന്നത്. അപ്പോ സെയ്ദിൽ നിന്ന് ആ ഖിയാമിനെ, ഖുഊദിനെ എന്താണ് ഇവിടെ നഫി ചെയ്തിട്ടുണ്ട്. സെയ്ദ് കായിമ് മാത്രമാണെന്ന് പറയുമ്പോൾ കായിദല്ല, മുൽത്തജി അല്ല, മുസ്തൽഖി അല്ല എന്ന് കിട്ടി. തനാസുഉള്ളത് എന്തിലാണ്? ഒന്നിരിക്കൽ ഖുഊദിലാണ്. സെയ്ദ് കായിദാണെന്നാണ് വിശ്വാസം, അല്ലെങ്കിൽ മുസ്തൽഖിയാണെന്നാണ്, അല്ലെങ്കിൽ മുൽത്തജി ആണെന്നാണ്. അപ്പോൾ തനാസുഉള്ള എല്ലാ സിഫത്തിനെയും അവിടെ നഫി ചെയ്തു. സെയ്ദ് കായിമ് മാത്രമെന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു സെയ്ദ് കായിദാണ്, മറ്റൊരാൾ പറഞ്ഞു സെയ്ദ് മുൽത്തജിയാണ്. രണ്ടും കൂടിയും പറയൂലല്ലോ തനാഫിയുള്ളതുകൊണ്ട്. വേറൊരാൾ മുസ്തൽഖി, അവൻ മുസ്തൽഖിയാണ്, മലർന്നു കിടക്കുന്നവനാണ്. ഒരാൾ ചെരിഞ്ഞു കിടക്കുന്നവനാണ്, ഒരാളോ ഇരിക്കുന്നവനാണ്. അതിലാണ് ഇവിടെ തർക്കമുള്ളത്. ആ മൂന്നാൾക്കും പറ്റും സെയ്ദ് കായിമ് മാത്രമാണ്. അപ്പൊ കസർ കൽബിലാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ മാ സെയ്ദുൻ ഇല്ലാ കായിദുൻ എന്ന് പറഞ്ഞപ്പോൾ കായിദല്ല എന്ന് വന്നു. പിന്നെ ലാ കായിദുൻ എന്ന് പറയുമ്പോൾ നഫി ചെയ്യപ്പെട്ടതിന് നഫി ചെയ്യാനാകും, അത് ലാ കൊണ്ട് അത് പറ്റുകയില്ല. ഹത്ത, അപ്പോൾ കാന്നക്ക കൊൽത്താൻ, നീ പറഞ്ഞതുപോലെയായി. എന്ത്? ലൈസ ഹുവ ബികായിദിൻ, അവൻ കായിദല്ല. വലാ നായിബിൻ, നായിമുമല്ല.
വലാ നായിമിൻ വലാ മുദ്തജിഇൻ. അതുപോലെ നഹ്വി ദാലിക പോലത്തതും അല്ല. ഫൈദാ ഖുൽത അപ്പോൾ നീ പറഞ്ഞാൽ ലാ ഖാഇദുൻ എന്ന് പറഞ്ഞാൽ ഫഖദ് നഫൈത നീ നഫി ചെയ്തു ബിലൽ ആതിഫത്തി ആതിഫത്തായ ലാ കൊണ്ട് ഷൈഅൻ ഒരു ഷൈഇനെ ആ ഷൈഅ് മൻഫിയുൻ ഖബ്ലഹാ ലാന്റെ മുമ്പ് അത് നഫി ചെയ്യപ്പെട്ടതാണ്. എങ്ങനെ ബിമൻ നാഫിയത്തി നാഫിയത്തായ മാ കൊണ്ട് മാ സൈദുൻ എന്ന് പറഞ്ഞ മാ കൊണ്ട്. അപ്പോ അങ്ങനെ വഖദൽ കലാമു ഫീ മാ യഖൂമു ഇല്ലാ സൈദുൻ സൈദല്ലാത്തവൻ നിൽക്കുന്നവനല്ല. അപ്പോ സെയ്ദ് മാത്രമാണ് അമ്ര നിൽക്കുന്നവനല്ല എന്ന് കിട്ടി. പിന്നെ അവിടെ അമ്രും എന്ന് പറയുമ്പോൾ എന്താവും? നഫി ചെയ്ത ഒന്നിന് നഫി ചെയ്യലാവും. ഇൻഷാ അല്ലാഹ്.